ഹൃദ്യമായ വരവേൽപ്പ് നൽകിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഓരോ ജനമനസ്സുകളും അടൂർ പ്രകാശിനെ വരവേറ്റത്. ബാൻഡ് മേളത്തിന്റെ ശബ്ദപ്പൊലിമയും ത്രിവർണ പതാകയേന്തിയ പ്രവർത്തകരുടെ അകമ്പടിയോടെയായിരുന്നു അടൂർ പ്രകാശിനെ ജനങ്ങൾ വരവേറ്റത്. മുതിർന്ന പാർട്ടി പ്രവർത്തകരും സ്ത്രീകളുമടക്കമുള്ള വോട്ടർമാരും ത്രിവർണ ഷോൾ അണിയിച്ച് സ്വീകരണം നൽകുന്നതിനോടൊപ്പം മാലപ്പടക്കത്തിന്റെ ശബ്ദവും തുടർച്ചയായി മുഴങ്ങി. പാർലമെന്റിലേക്ക് വീണ്ടും മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന അഭ്യർത്ഥനയോടെയായിരുന്നു സ്വീകരണത്തിനുള്ള മറുപടിയായി അടൂർ പ്രകാശിന്റെ പ്രസംഗം. കഴിഞ്ഞ തവണ നിങ്ങൾ സഹായിച്ചു, ആ സഹായം ഇത്തവണയും ഉണ്ടാകണമെന്നും ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും വീണ്ടും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാകണമെന്നും മറുപടി പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രസംഗം അവസാനിപ്പിച്ചത്. അടൂർ പ്രകാശിന്റെ പ്രസംഗം വീട്ടമ്മമാരും ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് യാത്ര തുടരവേ അനൗൺസ്മെന്റ് കേട്ട് വീട്ടിന് പുറത്തേക്ക് വന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അദ്ദേഹം അഭിവാദ്യം ചെയ്തു സംസാരിച്ചു. വഞ്ചിയൂർ കീഴ്ത്തട്ടുവിളയിൽ വാഹനവ്യൂഹം എത്തുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ വഴിയരികിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരും അനുഭാവികളുമടക്കം മുന്നോട്ട് വന്ന സ്ഥാനാർത്ഥിക്ക് ഷോൾ അണിയിച്ച് സ്വീകരിക്കാൻ തിരക്ക് കൂട്ടി. സ്വീകരണത്തിന്റെ തിരക്കിനിടയിലും അരികിലെത്തിയവരോട് കുശലാന്വേഷണം നടത്താനും പ്രകാശ് മറന്നില്ല. 5 തവണ MLA-യും 2 തവണ മന്ത്രിയുമായി മികവ് തെളിയിച്ച ശേഷമാണ് അടൂർ പ്രകാശ് 2019 MP ആയത്. തുടർച്ചയായി 23 വർഷം നിയമസഭാ അംഗമായ അനുഭവ പരിചയത്തിലാണ് 2019 അടൂർ പ്രകാശ് ലോക്സഭയിലേക്ക് മത്സരിച്ചത്. ആറ്റിങ്ങലിൽ മുൻ MP A സമ്പത്തായിരുന്നു എതിരാളി. അവിടെ 38,247 വോട്ടുകൾക്കാണ് അടൂർ പ്രകാശ് ജയിച്ചു കയറിയത്. തിരുവനന്തപുരം ജില്ലയിലെ ഇടതിന്റെ ഉറച്ച കോട്ടയാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 2019 നടന്ന തിരഞ്ഞെടുപ്പിൽ UDF അത് തിരുത്തിക്കുറിച്ചു. കൈവിട്ട മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ജോയ് MLA-യെ കളത്തിലിറക്കിയാണ് LDF ശ്രമിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി മുരളീധരൻ കൂടി എത്തുമ്പോൾ ആറ്റിങ്ങലിൽ പോരാട്ടം കനക്കും. ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിക്കുന്ന ത്രികോണ മത്സരമായി മാറുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. രാമക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള കാർഡിറക്കി തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ BJP നിശബ്ദ പ്രചാരണം നടത്തിവരുന്നത്. ദേശീയ തലത്തിൽ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷരം വിതരണം ചെയ്ത സമയത്ത് ആറ്റിങ്ങലിൽ അതിനെ നന്നായി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഭൂരിപക്ഷ വോട്ടുകളിൽ അത് എത്രത്തോളം സ്വാധീനിച്ചുവെന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ.